സുബീഹിനെ ഏറെ അനുഭവിക്കുകയും സുബീഹിൻ്റെ ചലനങ്ങളെല്ലാം തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു പറ്റം മനുഷ്യർ ഒരുമിച്ച് കൂടിയ ഈ വേദിയിൽ സുബീഹിനെ അനുസ്മരിക്കുന്നതിലെ അനൗചിത്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഉദ്കുറു മഹാസിന മൗതാക്കും എന്ന ആ ഹദീസിനെ അന്വർത്ഥമാക്കി അല്പം മാത്രം സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു മുതഅല്ലിമിന് നൽകിയ ഉപദേശങ്ങളിൽ ഒരു മുതഅല്ലിമിനെ സ്വയം നേടിയെടുക്കാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് ഹിറസ്, മറ്റൊന്ന് ഇജ്തിഹാദ് പരിശ്രമിക്കുക, മറ്റൊന്ന് ബുൽഗത്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത്. ഇവ 3ഉം ഒരു മുതഅല്ലിം എന്ന നിലയിൽ സുബീഹിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് നമ്മുടെ പഠനാനുഭവങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ടുണ്ട്. ക്ലാസ്സുകളിലെല്ലാം ആദ്യ ബെഞ്ചുകളിൽ തന്നെ സ്ഥാനം പിടിക്കുകയും മദീനത്തുന്നൂറിൽ നടക്കുന്ന മുഴുവൻ പഠന സെഷനുകളിലെല്ലാം ഇപ്പോഴും അവൻ്റെ ആ ചിത്രം, ഒരു ഭാഗത്ത് ഒരു പുസ്തകവും പിടിച്ചിരിക്കുന്ന സുബീഹിൻ്റെ ചിത്രം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. ക്ലാസ്സിൽ എന്തൊക്കെയെങ്കിലും മസ്അല ചർച്ചകൾ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുകയും മക്തബയിൽ നിന്ന് കിതാബുകൾ പരതി അത് നോക്കുകയും താൻ പഠിച്ച നോട്ടുകളും അതുപോലെ തന്നെ കുറിപ്പുകളെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ വലിയ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന സുബൈഹിനെ നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ക്ലാസ്സിലൊരു സമയത്ത് മൊബൈൽ ഫോണിൽ ഖുർആൻ ഓതുമ്പോൾ വുളു വേണോ എന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നോട്ടുകൾ തയ്യാറാക്കുകയും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് അതിലുള്ള ഒരുപാട് എഴുത്തുകളൊക്കെ കേട്ട് അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് എനിക്ക് കാണിച്ചു തന്ന ഓർമ്മ ഇപ്പോഴും എനിക്കുണ്ട്. ഇങ്ങനെ തുടങ്ങി ഓരോ മസ്അലകൾ വരുമ്പോഴും അതിൽ വളരെ താല്പര്യത്തോടുകൂടെ ചർച്ച ചെയ്യാനുള്ള, അതിനെ പഠിക്കാനുള്ള, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ആവേശം സുബീഹിൽ എപ്പോഴും നിറഞ്ഞു കണ്ടിട്ടുണ്ട്. മറ്റൊന്നാണ്, ഒരു മുതഅല്ലിമിനുണ്ടാവേണ്ട പ്രധാന ഘടകമാണ് ആ ഇൽമിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നത്. മദീനത്തുന്നൂറിലെ ഏതൊരു വിദ്യാർത്ഥിയോട് ചോദിച്ചു നോക്കുമ്പോഴും ളുഹ്ർ നിസ്കാരത്തിന് ശേഷവും ഇശാ നിസ്കാരത്തിന് ശേഷവും നീണ്ട സമയം പള്ളിയിലിരുന്ന്, പള്ളിയുടെ ഒരു ഭാഗത്തിരുന്ന് ഖുർആൻ നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കുന്ന സുബീഹിൻ്റെ ചിത്രം മദീനത്തുന്നൂറിലെ വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എല്ലാവരും പോയി കഴിഞ്ഞാലും ഖുർആൻ ഓതി തൻ്റെ ഹിഫ്ള് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ സുബീഹ് നടത്തിയിരുന്നു. അവസാന സമയത്ത് എല്ലാ വ്യാഴാഴ്ചകളിലും ആകെ ലഭിക്കുന്ന ഒരു ഒഴിവ് വേളയിൽ ഖിറാഅത്ത് മുത്തസിലാക്കുന്നതിന് വേണ്ടിയും അത് പഠിക്കുന്നതിന് വേണ്ടിയുമൊക്കെ സുബീഹ് എപ്പോഴും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഉസ്താദുമാരുടെ അടുത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, സുബീഹിൻ്റെ ആത്മീയ രംഗം നാം സംസാരിക്കുകയാണെങ്കിൽ സുബീഹ് ഒരു റവാത്തിബ് ഒഴിവാക്കിയതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എപ്പോഴും ഏത് ജമാഅത്തിനും ആദ്യ സഫിലേക്ക് വരികയും എല്ലാ ജമാഅത്തിനും ആദ്യ സഫിൽ തന്നെ ഇടം പിടിക്കുകയും പിന്നീട് റവാത്തിബുകളെല്ലാം നിസ്കരിച്ച് വളരെ സാവധാനത്തിൽ തിരക്കില്ലാതെ പള്ളിയിൽ നിന്നിറങ്ങുന്ന സുബീഹിനെയാണ് നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത്. ഒരിക്കൽ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒഴിവുള്ള സമയമായതുകൊണ്ട് തന്നെ സിയാറത്തിന് വേണ്ടി സുബീഹിനെ കൂട്ടി പല സ്ഥലങ്ങളിലും പോയി. അന്ന് രാത്രി ഇശാ നിസ്കരിക്കാൻ ചില ലോക്ക്ഡൗണിൻ്റെ നിയന്ത്രണം കാരണത്താൽ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ കഴിയാതിരിക്കുകയും കുറച്ച് വൈകിയാണ് വീട്ടിലെത്തിയത്. അപ്പോൾ പെട്ടെന്ന് ഇശാ നിസ്കരിച്ച് പെട്ടെന്ന് ഉറങ്ങാനുള്ള തിടക്കത്തിലായിരുന്നു നമ്മളും 2-3 ആളുകളും. അപ്പോൾ സുബഹി ഇശാ നിസ്കരിച്ച് പിന്നെ റവാത്തിബ് നിസ്കരിച്ച് വിത്ർ നിസ്കരിച്ച് ഹദ്ദാദ് ചൊല്ലി പിന്നെയും അന്ന് നമ്മളെ സൽക്കരിക്കേണ്ട തിരക്കിൽ അവൻ ഒഴിഞ്ഞുപോയ ജുസ്ഉകളൊക്കെ ഓതിയിട്ടാണ് അന്ന് സുബീഹ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സുബീഹിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നൊരു ആത്മീയമായിട്ടുള്ള ഒരു നിർവൃതി അവൻ എപ്പോഴും നിലനിർത്തി പോരാൻ സാധിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലൊക്കെയുള്ള ഒരു ആവേശത്തിന് പുറത്ത് എന്നതിലുപരി നിരന്തരമായി അത് നിലനിർത്തി പോവാനുള്ള വലിയൊരു ശ്രമകരമായ കാര്യമാണ് സുബീഹ് സാധ്യമാക്കിയെടുത്തത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിലും ആ സേവനത്തിൽ ആനന്ദം കണ്ടെത്തുന്നതിലും, അതായത് മറ്റുള്ളവർ വല്ല പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന സമയത്ത് ആ അനുഭവങ്ങളെ സ്വയം വേദനയായി ഏറ്റെടുക്കാനും
അത് തൻ്റെ കർത്തവ്യമാണ് എന്ന നിലക്ക് പരിഹരിച്ചു കൊടുക്കാനുമുള്ള സ്വബീഹിന്റെ ആത്മാർത്ഥമായിട്ടുള്ള ആ പരിശ്രമം നമ്മെ എല്ലാവരെയും എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസ ഘട്ടങ്ങളിൽ പരിഹാരത്തിന് പലപ്പോഴും ഞാൻ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ പലപ്പോഴും സ്വബീഹിൻ്റെ അടുത്ത് പോവാറുണ്ടായിരുന്നു. അങ്ങനെ സബീനെ നമുക്ക് അത് ഉസ്താദുമാർക്കും അത് വക്കീം ഉസ്താദിന്റെ ഹാദിമായിരുന്നെങ്കിൽ പോലും മറ്റുള്ള എല്ലാ ഉസ്താദുമാർക്കും സേവനം ചെയ്യുന്നതോടൊപ്പം നമ്മൾ കൂട്ടുകാരും സുഹൃത്തുക്കളടക്കം സബീഹിന്റെ സേവനത്തിന് ഭാഗ്യം ലഭിച്ചവരാണ്. അങ്ങനെ സബീന്റെ സേവനാനുഭവങ്ങൾ പറയുകയാണെങ്കിൽ നിരന്തരമായ ഒരുപാട് അനുഭവങ്ങൾ നമുക്കൊക്കെയും പറയാനുണ്ടാവും. ബഹുമാനപ്പെട്ട മദീനത്തുന്നൂറിലെ ഒരു ഓഫ് ക്യാമ്പസിലുള്ള ബഹുമാനപ്പെട്ട യൂനുസ് ഹസൻ ഉസ്താദ് ഒരിക്കൽ ഒരു അനുഭവം പറയുന്നുണ്ടായി. അവിടെ കുട്ടികളുടെ ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് ഉസ്താദ് ഒന്ന് നോമ്പെടുത്തിരുന്നു. അങ്ങനെ എല്ലാവരും ആ ഫെസ്റ്റിന്റെ തിരക്കിലായി. ഉസ്താദിന് നോമ്പുള്ള വിവരം കുട്ടികളാരും അറിയുകയില്ല. അപ്പോൾ ഉസ്താദ് ആ സമയത്ത് ആ ക്യാൻറ്റീൻ്റെ ഭാഗത്ത് അവിടെ പോയി നിൽക്കുകയും നോമ്പ് മുറിക്കാൻ വല്ല വിഭവം കിട്ടുമോ എന്ന് ഉസ്താദ് അങ്ങനെ അവിടെ നിന്ന് നോക്കുകയും ചെയ്യുന്ന സമയത്ത് സുബീഹി അവിടെ ഓടിപ്പോയി ഉസ്താദിന്റെ എന്തോ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഉസ്താദിന്റെ അടുത്തേക്ക് പോയി ഉസ്താദിന് ആവശ്യമായിട്ടുള്ള നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയും എന്നിട്ട് ഉസ്താദ് പറയുന്നുണ്ട്, ഇത്ര വിഭവങ്ങളൊന്നും ചെറിയൊരു നോമ്പ് തുറക്കാനുള്ള ഒരാവശ്യം മാത്രം എനിക്കുണ്ടായിരുന്നു. പക്ഷെ സുബി അത് നല്ല രൂപത്തിൽ സമൃദ്ധമായ രൂപത്തിൽ എന്നെ ഇവിടെ സൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഉസ്താദ് പിന്നെ ഒരിക്കൽ സുബീനെ കണ്ട സമയത്ത് സുബീനോട് പറയുന്നുണ്ട്, ഈ മുഖം എനിക്കൊരിക്കലും മറക്കാൻ കഴിയൂല എന്ന്. അപ്പൊ അങ്ങനെ ഏതൊരു ഗ്യാപ്പിലാണ് സേവനം ചെയ്യാനുള്ള സാധ്യതയുള്ളത് എന്ന് തിരിച്ചറിയുകയും അവിടെ പോയി സേവനം ചെയ്യാൻ മനസ്സന്നദ്ധ കാണിക്കുകയും ചെയ്യുക എന്നത് അവന്റെ വലിയൊരു ഗുണമായിട്ട് നമുക്കെപ്പോഴും കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഹുസൈൻ ഉസ്താദ് നമ്മുടെ മദീനത്തുന്നൂറിലുള്ള ഏറ്റവും സീനിയറായ ഉസ്താദാണ്. ഉസ്താദ് ഏതെങ്കിലും ഒരു കിതാബിന്റെ പേര് പറയുകയാണെങ്കിൽ അത് മക്തബയിൽ പോയി കണ്ടെത്തുകയും അത് പിറ്റേ ദിവസം ക്ലാസ്സിൽ ഉസ്താദിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിൽ അവന് വലിയൊരു തൽപരത കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ സുംബാത്തി എന്ന് പറയുന്ന ഒരു ഷറഹ് ഉസ്താദ് ക്ലാസ് പറഞ്ഞ സമയത്ത് അവൻ എവിടെയെന്നോ അത് സംഘടിപ്പിച്ചു കൊണ്ടുവരികയും പിന്നെ അതിനുശേഷം എന്തെങ്കിലും ഷറഹ് വായിക്കണമെങ്കിൽ ഉസ്താദ് സബീഹിനോടാണ് പറയാ സുംബാത്തിക്കാരൻ വായിക്കട്ടെ എന്ന്. അങ്ങനെ ഉസ്താദന്മാരോട് നിരന്തരമായ അടുപ്പം സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനാവും. ഇപ്പോൾ മദീനത്തുന്നൂറില് നമ്മുടെ ബാച്ച് 18ാം ബാച്ചില് അവസാനമായിട്ട് ഒരു സംവിധാനം കൊണ്ടുവന്നത് അവസാന ദിവസം ബാച്ച് പിരിഞ്ഞു പോകുന്ന അവസാന ദിവസം ഉസ്താദുമാരൊക്കെ കൂടിയിട്ട് അവിടെയുള്ള കേരളത്തിലുള്ള ഏകദേശം ആ ഭാഗത്തുള്ള ഉലമാഇന്റെ അടുക്കലേക്കും അതുപോലെ തന്നെ മറ്റു മസാറുകളിലേക്കും സിയാറത്ത് ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ബാച്ച് മുതലാണ് തുടങ്ങിയത്. അതിന് ആദ്യമായി അങ്ങനെ ഒരു ആശയം ക്ലാസ്സിലേക്ക് കൊണ്ടുവരികയും ആ ആശയം വിദ്യാർത്ഥികളോടും ഉസ്താദുമാരോടൊക്കെ പറഞ്ഞ് സജീവമായി ഉസ്താദുമാരോട് ആ വിഷയത്തിൽ ഇടപെട്ട് ഉസ്താദുമാരെ എല്ലാം കൂട്ടി സിയാറത്ത് ചെയ്യാനും പിന്നെ ആ സുബൈ അന്ന് സ്ഥാപിച്ച ആ ഒരു സംവിധാനം കഴിഞ്ഞ ബാച്ചിലും ഇനിയുള്ള ബാച്ചുകളിലെല്ലാം നിലനിർത്തി പോരുകയാണ്. റബീഉൽ അവ്വലില് ഇത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. റബീഉൽ അവ്വലില് നമ്മുടെ ക്ലാസ്സിൽ, അതായത് നമ്മൾ അവസാന സമയത്ത് ക്ലാസ് തുടങ്ങുന്ന ഒരു 5 മിനിറ്റ് മുമ്പ് കുട്ടികൾ എത്തുന്ന സമയത്ത് ചില സംസാരങ്ങളിൽ ഏർപ്പെടുന്ന സമയമാണ്. ആ സമയത്ത് റബീഉൽ അവ്വലായ സമയത്ത് സബീ കുട്ടികളോട് എല്ലാവരോടും പറഞ്ഞു, ഏതായാലും റബീഉൽ അവ്വലല്ലേ, ആദ്യത്തെ ഒരു 10 ദിവസം നമുക്ക് ബുർദയിൽ നിന്ന് ഓരോ ഫസ്ലല്ല ഏതായാലും സംസാരിച്ചിരിക്കുന്ന സമയത്ത് മദ്ഹിദെല്ലാം എന്ന് പറഞ്ഞ് പൊതുവെ ഒരു ആശയം കൊണ്ടുവരികയാണെങ്കിൽ എല്ലാവരും അത് അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ അന്ന് എല്ലാവരും കൂടി അങ്ങനെ ബുർദ ചൊല്ലുകയും അത് വലിയൊരു അനുഭവമായിട്ട് നമുക്കിപ്പോഴും ബാക്കിയാവുന്നുണ്ട്. അതേ റബീഉൽ അവ്വൽ തന്നെ ഒരു വെള്ളിയാഴ്ച ദിവസം സബീ നമ്മളോട് 2-3 പേരോട് അവൻ പറഞ്ഞു, നമുക്ക് നാളെ റബീഉൽ അവ്വലിന്റെ ഒരു വെള്ളിയാഴ്ച രാവിലെ നമുക്ക് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ബുർദ ഖത്മ ചെയ്താലോ. അങ്ങനെ നന്മകൾ ചെയ്യാൻ സ്വയം തയ്യാറാവുകയും മറ്റുള്ളവരെ അതിനെ ചേർക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം. അങ്ങനെ 3 മണിക്ക് എഴുന്നേറ്റ് ബുർദ ഖത്മ ചെയ്തു. ഇപ്പൊ ഇത്തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് സമ്മാനിക്കാനുള്ള വലിയൊരു അവസരം അവനുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവന്റെ അവസാന കാലത്ത്, അതായത് ആ മദീനത്തുന്നൂറിൽ നിന്നുള്ള അവസാനത്തെ 2 മാസവും പിന്നീട് മർക്കസിലുള്ള അവന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചിട്ടയോടുകൂടെ എന്തോ ഒരു 3 മാസം മുമ്പ് തയ്യാറായതുപോലെ വളരെ കൃത്യത, ഇതുവരെ ഉണ്ടായതിൽ നിന്ന് വീണ്ടും ഉന്നതമായിട്ടുള്ള നല്ലൊരു കൃത്യമായ ജീവിതം അവൻ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂട്ടുകാരെല്ലാം അനുഭവം പങ്കുവെക്കാറുണ്ട്. അങ്ങനെയാണ് സബീന്റെ അവസാന സമയം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ
ഇതിങ്ങനെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മഹാസിന് പറയണം എന്ന നിലയിലല്ല, മറിച്ച് ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, നമ്മെ സ്വബീഹിനെ പരിചയപ്പെട്ട, സ്വബീഹിനെ അനുഭവിച്ച നമ്മുടെ സ്ഥാപനത്തിലെയും ഉസ്താദുമാരുടെയും ഒക്കെ പ്രത്യേകമായ അനുഭവമാണ്. ബഹുമാനപ്പെട്ട മൊയ്ദ് ഉസ്താദ് ഇപ്പോഴും നമ്മുടെ ബാച്ചിൽ ആരെങ്കിലും പോയാൽ സ്വബീഹിനെ കുറിച്ച് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ ഉസ്താദുമാരിൽ നിന്നും കൃത്യമായി തൃപ്തി കരസ്ഥമാക്കാനും ആരെയും വെറുപ്പിക്കാതെ, സ്വന്തം സഹപാഠികളെ വെറുപ്പിക്കരുത് എന്ന വലിയ ഒരു ശ്രമകരമായൊരു കാര്യം, ഒരു ഘട്ടത്തിലും വെറുപ്പിക്കരുത് എന്ന വലിയൊരു തീരുമാനം, വലിയൊരു ഡിറ്റർമിനേഷൻ സ്വബീഹിന് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് തൻ്റെ ജീവിതത്തിലുള്ള കൃത്യതയിലൂടെ സ്വബീഹ് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം തൗഫീഖുകൾ സ്വബീഹിന് ലഭിക്കുന്നത്. സ്വബീഹിന്റെ കഴിഞ്ഞ വർഷം, ഈ ഒരു വർഷം മുമ്പ് സ്വബീഹ് മരണപ്പെട്ടതു മുതൽ ഓരോ ദിവസവും നമ്മുടെ ക്ലാസ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ബാച്ച് ഗ്രൂപ്പുകളിലൊക്കെ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാവരും സ്വബീഹിന് ഫാത്തിഹ ഓതുകയാണ്. അങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികളുള്ള കുടുംബക്കാരും അങ്ങനെ ഒരു ദിവസം പോലും മുടങ്ങാതെ സ്വബീഹിന് ഫാത്തിഹ ഓതുന്നുണ്ട്. മർക്കസിലെ ഇന്നലെ 1000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഒരു സദസ്സിൽ വെച്ചാണ് സ്വബീഹിന് വേണ്ടി മാത്രം അവിടെ ആണ്ടനുസ്മരണവും വിദ്യാർത്ഥികളുടെ വകയായി അവിടെ വിദ്യാർത്ഥികൾക്കെല്ലാം ചീരണി കൊടുക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയും സൽക്കർമ്മങ്ങൾ ഒരാളുടെ മരണാനന്തരം അയാൾക്ക് ലഭിക്കണമെങ്കിൽ അയാൾ ജീവിതത്തിൽ എന്തൊക്കെയോ നന്മകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു യാത്രയാണ് സ്വബീഹ് നമ്മിൽ നിന്ന് മടങ്ങിപ്പോയത് എന്നും അത്തരത്തിലുള്ള അവന്റെ ജീവിതം പിന്നീടുള്ള നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് വലിയൊരു മാതൃകയാകണമെന്നും അതിലുള്ള ഏടുകൾ നഷ്ടപ്പെട്ടു പോകരുതെന്നും എന്നുള്ള വലിയ നിർബന്ധ ബുദ്ധിയോടുകൂടെയാണ് സ്വബീഹിന്റെ സ്മരണിക ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസിൽ ഉലമാഇന്റെ നേതൃത്വത്തിൽ അത് പ്രകാശനം ചെയ്യുന്നത്. ഇപ്പോഴും സ്വബീഹിന്റെ ഈ പുസ്തകത്തിൽ ലഭിച്ച എൻട്രികൾ, അനുസ്മരണങ്ങൾ കാണുമ്പോൾ വളരെ ഹൃദയഹാരിയാണ്. അത് വായിച്ച ഒരുപാട് കരഞ്ഞ അനുഭവം ഈ വിനീതനുണ്ട്. അത്രമാത്രം ഓരോരുത്തരും സ്വബീഹിനെ കുറിച്ച് എഴുതുമ്പോൾ ആ പുസ്തകത്തിന്റെ പ്രൂഫ് റീഡിംഗ് ചെയ്ത ഒരു പണ്ഡിതൻ നമ്മോട് പറഞ്ഞത്, എല്ലാവർക്കും പറയാനുള്ളത് സ്വബീഹ് എന്റേതു കൂടിയാണ്, എല്ലാവരും മനസ്സിലാക്കുന്നത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് സ്വബീഹ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ, ആ അനുഭവങ്ങളുടെ ആധിക്യം കാരണത്താൽ പലതും ചുരുക്കുകയും ചെയ്യേണ്ട സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ജീവിതമാണ് സ്വബീഹ് ഇത്രയും കാലം ജീവിച്ച് തീർത്തത് എന്നും അവന്റെ ആ ഒരു ജീവിത ചിട്ടയിലായിട്ട് നമ്മുടെ മുത്തഅല്ലിമുകളെല്ലാം ആ ഒരു രീതിയിലേക്ക് അവനെ പഠിക്കാനും അവനെ അറിയാനും ആ ഒരു രൂപത്തിലേക്ക് മാറാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.